ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയിലേക്ക് നമുക്കെങ്ങനെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് യൂട്യൂബ് തന്നെ തരുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കത്രികയുടെ ഒരു ഐക്കണായിട്ടുള്ള ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്ന ഐക്കണിൽ നമ്മൾ ചെയ്യേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ഒരു സ്ക്രീന് നിങ്ങളുടെ മോണിറ്ററിലും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ടൈം, ഏത് ഭാഗമാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് കറക്റ്റായിട്ട് ഇവിടെ ടൈം ഇന്നും ടൈം ഔട്ടും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സെറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലെ പ്രധാന ഭാഗങ്ങളായിട്ട് ട്രെയിലറായിട്ട് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഭാഗം കറക്റ്റ് ടൈമിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നമുക്കത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മുകളിൽ ഒരു വീഡിയോയ്ക്ക് ഒരു ഹെഡിങ് ആയിട്ട് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഷെയർ ക്ലിപ്പ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എവിടെ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അവിടെ അങ്ങനെ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ താഴെ കാണുന്ന ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ വാട്സാപ്പ് എടുക്കുകയാണ്. അതിലൂടെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ആ ലിങ്ക് നമ്മൾ ആർക്കാണ് അയച്ചു കൊടുത്തത് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയി ഓപ്പൺ ആവുന്നതാണ്. യൂട്യൂബിൽ ഓപ്പൺ ആകുമ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കില്ല. നമ്മൾ കൊടുത്ത ഏതാണ് ക്ലിപ്പ് ഷോർട്ടായിട്ടുള്ളത് ആ ഭാഗം ഇങ്ങനെ ലൂപ്പ് കണക്ക് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ആ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് ആ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കാണാവുന്നതാണ് ഫുള്ളായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷെയർ ക്ലിപ്പ് കൊടുത്ത് അവർക്കും മറ്റുള്ളവർക്കും ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കാണുന്നതായിട്ടുള്ള വ്യൂസ്, ലൈക്ക് എല്ലാം നമ്മുടെ ചാനലിന് കിട്ടുമെന്ന് അവർ വ്യക്തമായിട്ട് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ഡൗട്ടും വേണ്ട. ആരാണ് ആ വീഡിയോയുടെ ഒറിജിനലായിട്ടുള്ള ഓണർ അവർക്ക് തന്നെ ആ വീഡിയോയുടെ വ്യൂസും ലൈക്കും എല്ലാം കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ ഈ ഫെസിലിറ്റിയിലൂടെ നമുക്ക് വീഡിയോ ആർക്ക് വേണോ, നമ്മൾ ക്രിയേറ്റേഴ്സിന് മാത്രമല്ല നമ്മളെ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ക്ലിപ്പ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ കരുതുകയാണ് നമുക്കിത് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണ്ട, ആ ഫെസിലിറ്റി ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനുള്ള, നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന പേജിൽ ചാനൽ എന്ന് പറയുന്ന ആ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന അലോ വ്യൂവേഴ്സ് ടു ക്ലിപ്പ് മൈ കണ്ടൻറ്റ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം സേവ് ചെയ്യുക. ഇനി നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബിനകത്തുനിന്ന് ആ ക്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ അവിടെ നിന്ന് ഡിസപ്പിയർ ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാകുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു. ബൈ.